ഇത് കളിക്കളം പടക്കളം ഒരു പടക്കളം. അമ്മ പറഞ്ഞ ഭാര്യ എടാ ഇങ്ങോട്ട് വരാൻ. എടാ മനസ്സിലായില്ല. എടാ ഇങ്ങോട്ട് വരാൻ അമ്മ പറഞ്ഞത്. എടാ ഇങ്ങോട്ട് വരാൻ. എങ്ങോട്ട്? എന്റെ പൊന്നളി ഇങ്ങോട്ട് വാ. എങ്ങോട്ട്? അടിയൻ നീ ഇങ്ങോട്ട് വരാനെന്ന്. എന്തിനെന്ന്? എന്റെ അടിയൻ നീ ഇങ്ങോട്ട് വരാൻ. വന്നാ അപ്പൊ പറയുന്നേ നിനക്ക് അനുസരണല്ലേ വിളിച്ചാ വരുമല്ലേ? എടാ ഇങ്ങോട്ട് ഒരു കാര്യം പറയട്ടെ. ഇതാരെ വീടടാ? ഇതെന്റെ വീട്. നിന്റെ വീട് തന്നെ അല്ല? എടാ എന്താടാ നിന്റെ ഈ സ്വന്തം വീട്ടിൽ നീ കള്ളനെ പോലെ എങ്ങനെ പമ്മി നടക്കണത്? അച്ഛനെ വെട്ടാൻ വന്നത്. അച്ഛനെ വെട്ടാനാ? ഇവിടെ പോടാ. നീ എന്നെ മരം വെട്ടാനുള്ള ഇവിടെ വിളിച്ചു വരുത്തത്. പിന്നെ അച്ഛനെ വെട്ടാനാ? എടാ നിന്റെ അച്ഛനെ വെട്ടാൻ ഗുണ്ടയ്ക്ക് നീ കൊട്ടാശം കൊറാ. എടാ ഞാൻ തന്ന അഡ്വാൻസ് പൈസ തിരിച്ചടാ. ഞാൻ പോണ പിടിക്കരുത്. ഞാൻ പോണ അതെ ഇവിടെ അടങ്ങിയതില്ല അവിടെ പറയട്ടെ. പിന്നെ നീ വെട്ടാൻ വന്ന പ്ലാവില്ലേ തോണ്ട ആ നിക്കുന്നത് അതാണ് എന്റെ അച്ഛൻ. അപ്പൊ അതിന്റെ അപ്പുറത്തേക്ക് തെങ്ങ് നിന്റെ കൊച്ചിച്ചനാ? അതൊന്നും എന്റെ ആരുമല്ലെന്ന്. എടാ നീ പറയണത് ഒരു ലോജിക്കൂല. എന്റെ പൊന്നളിയാ ഞാൻ തന്ന അഡ്വാൻസ് തിരിച്ചാ ഞാൻ പോണ്. അളിയ എനിക്ക് വയ്യ. ഈ മരം എനിക്ക് മുറിക്കണം. അവിടെ നില്ല. ഞാൻ കാര്യം പറയട്ടെ. പിടിക്കൽ പറയട്ടെ. ഞാൻ ജനിച്ചന്ന് തന്നെ എന്റെ അച്ഛൻ മരിച്ച്. അപ്പൊ ഇൻകമിങ്ങും ഔട്ട് ഗോയിങ്ങും ഒരേ സമയത്ത്. എങ്ങനെ? എടാ നിന്റെ അച്ഛൻ എങ്ങനെയാ മരിച്ചത്? ചക്ക തിന്നാണ് അച്ഛൻ മരിച്ചത്. ചക്ക തിന്നാ മരിച്ചത്? എടാ സാധാരണ ചക്ക തലയിലൊക്കെ ഇവിടെ മരിച്ചെന്ന് കേട്ടിട്ടുണ്ട്. എങ്ങനെയാ ഈ ചക്ക തിന്ന് മരിക്കുന്നത്? എന്റെ അച്ഛൻ ഒരു ദിവസം അടുക്കളയിൽ നിന്ന് ചക്ക തിന്നുമായിരുന്നു. എന്റെ അച്ഛൻ ഒരു ചക്കച്ചുള എടുത്ത് വായിലോട്ട് വെക്കുകയും അമ്മ അവിടുന്ന് ഒരു വിളി, അണ്ണാന്നൊരു വിളി. അച്ഛൻ ഈ ചക്കക്കുരും വായു വെച്ചോണ്ട് ജംബ്ലോന്നൊരു വിളി കേട്ടു. പോട്ടി തീർന്നു. ജംബ്ലോ എന്നാ? ചക്കക്കുരു തൊണ്ടേ കുരിഞ്ഞ ജംബ്ലോന്നെങ്കിലും വിളി കേട്ടത് ഭാഗ്യം. എന്നിട്ട് നാട്ടുകാരെല്ലാം ഭയങ്കര പ്രശ്നമായിരുന്നു. അവരെല്ലാം കൂടെ പറഞ്ഞ് ദഹിപ്പിക്കാൻ പറഞ്ഞു. ഇത് അമ്മക്ക് ദഹിച്ചില്ല. എടാ നിന്റെ അച്ഛനല്ലേ ചക്കച്ചോള തിന്നത്? പിന്നെ നിന്റെ അമ്മയ്ക്ക് എങ്ങനെ ദഹിക്കും? പോകുമെന്ന് എന്തായാലും പറയുമ്പോത്തേന് അതല്ലെന്ന് ദഹിപ്പിക്കണം, കത്തിക്കണം എന്ന് പറഞ്ഞു. കത്തിക്കണോ? അച്ഛൻ മരിച്ചില്ലേ? അപ്പൊ അമ്മക്ക് ഒരേ നിർബന്ധം അച്ഛനെ അടക്കാന്ന്. മണ്ണിട്ട് മൂടണം. മണ്ണിട്ട് മൂടണം. അങ്ങനെ പറ. അപ്പൊ അമ്മയുടെ ആഗ്രഹം കൊണ്ട് അച്ഛനെ മൂടി. ഒരാഴ്ച കഴിഞ്ഞ് അമ്മ പല്ലും തേച്ച് വന്നപ്പോ ആണ്ട്രാ മുളച്ചു വരുന്നു. ഈ അച്ഛന്റെ തൊണ്ടേ കുരിങ്ങും ചക്കക്കുരു ഇല്ലേ? ആ ചക്കക്കുരു അവിടെ പൊളച്ചു വന്നു. അത് ശരി. ആ ചക്കക്കുരു മുളച്ചു വന്നപ്പോ അമ്മ ഓടി വന്നു പറയാ, ആണ്ട്രാ നിന്റെ അച്ഛന്റെ പുനർജന്മം വന്നു. അങ്ങനെ ഒരു അമ്മ അവിടുന്ന് വെള്ളവും കോരി വളവും ഒക്കെ ഇട്ടതേ പന പോലെ വളർത്തിയിരിക്കുന്ന അതാണ് എന്റെ അച്ഛൻ. അതാണ് നിന്റെ അച്ഛല്ലേ? എന്താണ് ഈ മരത്തിൽ ഷർട്ടും മുണ്ട് തന്നെ ഇട്ടേക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ എന്റെ അച്ഛൻ മരിച്ചപ്പോ അമ്മക്കൊരു 10 വയസ്സാടെ കുറവ് പോലെ തോന്നുന്നു. കിളി പറന്നിരിക്കുവാ. എന്നിട്ട് അമ്മ നോക്കി വെച്ച് പറയാ, ഇന്ന് മുതല് ഇതാണ് എന്റെ ഭർത്താവെന്ന്, ഇതാണ് നിന്റെ അച്ഛൻ എന്ന് പറഞ്ഞ അമ്മ നടക്കുക. ഞാൻ പറഞ്ഞില്ല കിളി പറന്നു പോയെന്ന്. എടേ ഞാൻ ചുള പോലെ നിനക്ക് പൈസ എണ്ണി തന്നിട്ടുണ്ട്. ഞാൻ ഇന്ന് മരം മുറിച്ചിരിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, മുറിക്കുമ്പം ശബ്ദം കേൾക്കാൻ പാടില്ല. അമ്മ ഉണരെ ഉച്ചക്ക് ഉറക്കം കഴിഞ്ഞ് കിടക്കുവാ. പോടാ അവിടെ. ഈ മിഷൻ മാളിട്ട് ഇങ്ങനെ മുറിച്ച ഈ ശബ്ദം കേൾക്കൂലേടാ. അത് സൈലന്റ് ചെയ്ത് വെച്ചാ പോരെ. പോടാ അവിടെ. 35,000 മിഷൻ എങ്ങനെടാ സൈലന്റ് ആക്കി വെക്കണത്? പിന്നെ 1.5 ലക്ഷം രൂപയുടെ മറ്റേ വലിയ ഫോൺ സൈലന്റ് ചെയ്ത് വെക്കുന്നത്. പിന്നാണ് ഇത്. ഇതങ്ങോട്ട് സൈലന്റ് ചെയ്ത് വെച്ചാ മതി. പ്ലാവ് മുറിക്കാൻ പോണേ. അമ്മ അമ്മ വരുന്നു. ഞാൻ പ്ലാവ് മുറിക്കാം. അമ്മ അറിഞ്ഞ പ്രശ്നം ചുമ്മാ അമ്മ ദേവൻ. അണ്ണാ ചായ കുടി. അണ്ണാ എന്നാ ചായ കുടി. ഇതെന്തോന്നിത്? ആ കയ്യിൽ കാക്ക തൂറിയിരിക്കണത് എന്തോന്നിത്? ഞാൻ പറഞ്ഞ അതൊക്കെ തുടച്ചു കളയണമെന്ന്. എന്ത് വേഷമുണ്ടായത്? വേണ്ട, ഞാൻ അറിയാതെ ഇന്നലെ ചീട്ട് കളിക്കാൻ പോയല്ലേ. നിങ്ങളൊരു കാര്യം പറഞ്ഞ ആ നെയ്യാറ്റിൻകരയിൽ നിന്ന് രമണി വന്നിരുന്നു. അവളെ മോളെ കല്യാണം അടുത്ത മാസമാണെന്ന്. നിങ്ങളാണ് നമുക്ക് പേരിട്ടറിയാ കൊച്ചിന് ചിഞ്ചുറാണി എന്ന്. കഴിഞ്ഞ നമ്മളെ മോന്റെ കല്യാണത്തിന് അവര് വന്ന് 50 രൂപ തന്ന്. അപ്പൊ നമ്മളെ കുടുംബ പശ്ചാത്തലം അനുസരിച്ച് ഒരു 30 രൂപയെങ്കിലും നമുക്ക് കൊടുക്കണ്ടേ? അതല്ലേ നമ്മൾ അന്തസ്. ഒരു കാര്യം ചെയ്യും, ഞാൻ എൻ്റെ വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ പോയി എടുത്തിട്ട് വരാം കേട്ടാ. എന്തുവാ അണ്ണ? എന്തിങ്ങനെ കിടന്നു പുറകെ വിളിക്കണേ? ആരെങ്കിലും കാണു അണ്ണ? എന്തോന്നിങ്ങനെ അണ്ണ അവിടെ പണ്ടത്തെ പോലെയാണോ? പ്രായം കുറെ ആയില്ലേ? ഞാൻ പോയി വെള്ളം എടുത്തോണ്ട് വരാം കേട്ടോ. വിളിക്കും നേർച്ച അങ്ങോട്ട് തരും. ഒരെണ്ണേ തരുള്ളൂ. വയസ്സൊക്കെ ഇത്ര ആയില്ലേ?
ആരെങ്കിലും കാണുമോ? അതെന്താണ് വലിച്ചെടുക്കണത്? ചക്കേരക്ക്. ഞാൻ പോയി വെള്ളം എടുത്തിട്ട് വരാം. അവിടെ ഇരി. അമ്മ പോകും. പട്ടത്ത് പടി തുറന്നു. എടേ നീ നേരത്തെ പറഞ്ഞതേ ഇത് എത്ര രൂപയുടെ കളി പോയെന്ന്? 10 പൈസ. ഇല്ല, ഇത് ഒരു പേഴ്സ് മൊത്തം പോയി. നീ കൂടുതൽ സംസാരിക്കാതെ മരം മുറിക്കാൻ നോക്ക്. ഞാൻ മരം മുറിക്കാൻ പോയാണ്. നിനക്ക് ചക്കച്ചുള പോലെ പൈസ ഞാൻ എണ്ണി തന്നാണ്. ഞാൻ മരം മുറിച്ചിട്ട് എവിടെ നിന്ന് പോകും? ഞാൻ ഈ മരം വെട്ടും. നീ ഞൊട്ടും. എന്താടാ ഇവിടെ? ആരിത്? ഇത് മറ്റേ പരശുരാമൻ. പരശുരാമനാ? കഴിവറിയാൻ നിൽക്കുന്നു. ആരാ നീ? ഞാന് അമ്മച്ചിക്ക് ഈ മഴു തരാൻ വന്നത്. ഈ ഉച്ചക്ക് എനിക്ക് മഴ തരാൻ വേണ്ടി ഞാൻ ഒരു ജനകന്യകയാടാ. സത്യം പറയടാ, ആരാ ഇത്? അമ്മ ഞാൻ പറയട്ടെ അമ്മ, ഇത് എന്റെ കൂട്ടുകാരൻ. ഇവന് നമ്മുടെ അച്ഛന്റെ മടി തലവെച്ച് കിടന്ന് ഉറങ്ങണമെന്ന്. എന്ന് കേറിക്കോട്ട് കടിച്ചങ്ങ് കൊല്ലും. എവിടാ? എടാ മൂട് മൊത്തം ഇറമ്പാണെന്ന്. നിന്റെയൊക്കെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. അണ്ണാ കണ്ടാ അണ്ണാ വന്നേക്കണ അണ്ണാ. എന്നെ കൊന്നിട്ട് നീയൊക്കെ എന്റെ അണ്ണനെ തൊടും. എന്റെ അമ്മ പഞ്ചായത്തിൽ നിന്ന് 4 ലക്ഷം രൂപ വെച്ചോണ്ട് വീട് വെക്കാൻ. ഇത് മുറിച്ച് പറ്റാതെ എനിക്ക് വീട് വെക്കാൻ പറ്റത്തില്ല. ഈ അണ്ണന്റെ അപ്പുറത്തോട്ട് ഒരു വീട് വേടാ. ആ ഇത്തിരി കൊണ്ടുള്ള സ്ഥലത്താ. പഞ്ചായത്തിൽ നിന്ന് കക്കൂസ് അല്ല അനുവദിച്ചത്, കിടക്കാൻ ഒരു വീടാ. എന്നാലും ഇത് മരം മുറിക്കാൻ ഞാൻ സമ്മതിക്കൂല. അല്ലല്ല, ഞാനൊരു കാര്യം പറയട്ടെ. ഇവിടെ കിടന്ന് ഈ വളവളാണെന്ന് കിടന്ന് നിലയ്ക്കാതെ ചുള പോലെ എന്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചാണ് നിങ്ങളെ മോൻ. അതുകൊണ്ട് ഈ ഞാൻ മരം വെട്ടും. നിന്നെ ഞാനും വെട്ടും. ഞാൻ ഈ മരം വെട്ടും. നിന്നെ ഞാൻ വെട്ടൂടാ. എന്നെ വെട്ടുമെങ്കിലേ എനിക്ക് 4 ചേട്ടന്മാരുണ്ട്. അവര് വന്ന് അവിടെ കലുമ്പുണ്ടാക്കും. എന്നെ മൂക്കി കയറ്റി കളയാം അവന്മാര്. പാടാ മൂക്കിലൊന്നും കയറ്റൂല. ചേട്ടന്മാരെ പറ്റി അറിയാമോ? അവന്മാരെ പറ്റി ഞാൻ എന്തിനാ അറിയണത്? അറിയണോ? കേൾക്കണോ? കേൾക്കണോടാ. സുരേഷ്, സതീഷ്, സതീഷ്, ചവിട്ടി പൊട്ടിച്ച കുരുവെടുത്ത ദൂരെ എറിയും. നിന്റെ അടുത്ത് പറഞ്ഞ മരം മുറിക്കാനുള്ള മരം മുറിച്ചേ. എടാ നീയാണ് ഒറ്റ ഒരുത്തൻ കാരണം അലുമ്പുണ്ടാക്കാൻ. എപ്പടി വാപ്പിടിച്ച് വ്ളാത്താക്കര റെഡാപ്സെ ഡുബുള്ള ജാമ്പയ്ക്ക് നമുക്ക് അവിടെ പുറ്റ കുച്ചരി പല്ല. എന്തോന്നിത്? ജർമ്മൻ ഭാഷയെ തെറി വിളിച്ചമ്മ എന്നെ. എടാ ജർമ്മൻ സാഹിബേ, നീ ഇംഗ്ലീഷ് ആയിട്ട് ഞാൻ ക്ഷമിച്ചു. മലയാളത്തിലേക്കായിരുന്നെങ്കിൽ തൂത്ത് ദൈവമേ, പലതും വിറ്റ് തിന്നണ മക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. സ്വന്തം തന്തയെ വെട്ടി വീക്ഷിക്കണ മോനെ ആദ്യമായിട്ട് കാണുകയാണ്. എടാ നിനക്കൊരു അച്ഛന്റെ വില അറിയാമോടാ? അമ്മ എനിക്കറിയാമോ നമ്മുടെ അച്ഛന്റെ വില. ഞാൻ കൊറോണ സമയത്ത് മനസ്സിലാക്കിയതാണ്. എങ്ങനെ? അന്ന് ചക്കയല്ലേ വെട്ടി തിന്നുള്ളായിരുന്നു. അയ്യോ നിങ്ങൾക്കറിയാവോ, രാവിലെ 6 മണിയാകുമ്പോ എന്റെ അണ്ണനൊരു ചായ നിർബന്ധമാ. അത് കഴിഞ്ഞിട്ട് അണ്ണനൊരു ഇംഗ്ലീഷ് പത്രം വായനയുണ്ട്. സായിപ്പന്മാര് തോറ്റുപോകും. One of the most weapons fractions in India. It was done to medical certificate, transport and bus stand, gas and silpade kakos this Mauli. ഇതെങ്ങനെ, ആഴ്ചയിലാണോ മാസത്തിലാണോ ശമ്പളം? എന്ത് ഈ ഡാൻസ് കളിക്കണ മീശയ്ക്ക് എന്താ നിന്റെ അടുത്ത് ഞാൻ വല്ലതും പറഞ്ഞ? ഞാൻ എന്റെ മോന്റെ അടുത്താണ് പറയണത്. അല്ല, ഞാൻ മരമെട്ടുകാരാണ്, എനിക്ക് അറിയാം. അണ്ണാ, നിന്റെ അച്ഛനെ പൊരിച്ച മീനും കൂട്ടി ഉച്ചയ്ക്ക് ഊണ് കൊടുക്കണ അറിയാവോ? തിന്നോ? തിന്നും. കാക്കയെ പൂച്ച വന്നിരുന്ന് മരത്തിന്റെ ഒട്ടിരുന്ന് തിന്നും. ഞാൻ പട്ടിണി. എന്നും രാവിലെയും വൈകുന്നേരം ചൂടുവെള്ളത്തിലാണ് അണ്ണനെ കുളിപ്പിക്കണം അറിയാവോ? എല്ലാ ദിവസവും കുളിപ്പിച്ച് അച്ഛന്റെ ഒരു സൈഡ് ഉണങ്ങി വരുന്ന കണ്ട. അത് ഉണങ്ങിയതല്ല, പിന്നെ ഷുഗർ വന്ന് തേഞ്ഞു പോയതല്ലോ. അണ്ണ കണ്ടാണ് അണ്ണനെ വെട്ടാൻ വേണ്ടി കൊണ്ട് വന്നേക്കുന്നത്. എന്നെ അണ്ണ ജീവനോട് ഇരിക്കുമ്പോഴത്തേക്ക് ഒരു ജോലി ചെയ്യിക്കത്തില്ല. സാരി കഴുകാൻ പറഞ്ഞ അടിപ്പാവട വരെ കഴുകും. പിന്നെ മുറ്റം അടിക്കാൻ പറഞ്ഞ പെരപ്പുറം വരെ അടിക്കും. കഞ്ഞി വെക്കാൻ പറഞ്ഞ ചിക്കൻ കറി വരെ വെച്ച് തരുമെന്നായി. നിന്റെ അച്ഛൻ എന്തെങ്കിലും പറഞ്ഞ് വേറെ എന്തെങ്കിലും ചെയ്യണല്ലേ? ഒരു ദിവസം അമ്മച്ചി അടുക്കളയിൽ ഇങ്ങനെ പാചകം ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. നോക്കിയപ്പോഴത്തേക്ക് എന്റെ വീട്ടിലെ ഫ്രണ്ടില് ഒരു സൗണ്ട്. കുതിരരഥം വന്നതാണ്. എന്റെ അച്ഛൻ രഥവും കൊണ്ട് വന്നത് എന്റെ മാപ്പിളയെ കൊണ്ടുപോയി. അവിടെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഒരു മരം കൊത്തി എന്റെ അണ്ണന്റെ പുറകിരുന്ന് ഇങ്ങനെ കൊത്തണ്. ഞാൻ ഒരു കല്ലെടുത്ത് ഒരേറി മരം കൊത്തി ഓടി. എന്റെ അണ്ണന്റെ ഇടത്തെ ചന്തയിലടാ ഏറ് കൊണ്ടത്. നന്ദാണ്ണ. ഇതാരാണ് അമ്മ ഈ നന്ദു അണ്ണൻ? പോയതോ പോയി. ഇത് വിവരവും വെളിവുള്ള ഒന്നിനെ തന്നിട്ട് വെക്കൂടായിരുന്ന അണ്ണാ, നിങ്ങളെ മോൻ വളർന്നത് കണ്ട അണ്ണാ. ഇപ്പൊ കൗണ്ടറൊക്കെ അടിച്ചു തുടങ്ങി. പക്ഷെ ഏക്കുന്നില്ല. നിങ്ങൾ
വളവളാതെ സംസാരം ഞാൻ മരം മുറിക്കാൻ പോവുകയാണ്. എന്റെ മരത്തിൽ തൊടല്. ഞാൻ മരം മുറിക്കും. എന്റെ അണ്ണനെ തൊടല്. എന്റെ അമ്മച്ചി അണ്ണനെ കൊണ്ടുപോവാൻ കാലം വന്നല്ലോ. പടാലിയും കൊണ്ട് അല്ലാ കാലം വന്നല്ലോ. പൊന്നു മക്കളെ കാലം വന്നല്ലോ. അണ്ണനെ കൊണ്ടുപോവാൻ കാലം വന്നല്ലോ. ഞാൻ മരം മുറിക്കാൻ പോവാണ്. ഇല്ല, ഞാൻ മരം മുറിക്കും. ഇല്ല, ഞാൻ മരം വെട്ടും. മുറിച്ചോ. ഞാൻ മരം വെട്ടും. പിന്നെ മാറി എന്റെ കളി. വെച്ചടാ. വെച്ചടാ. അയ്യാ, അയ്യോ, അയ്യോ, എന്റെ നെഞ്ച്, എന്റെ നെഞ്ച്. അമ്മക്ക് എന്ത് പറ്റി? ഓടാനി വെച്ചാ കോടാലി വെച്ച് നീ എന്റെ അമ്മയെ കൊന്നോളോ? എടാ, നിന്റെ അടുത്ത് മരം മുറിക്കാന്ന് പറഞ്ഞ എന്റെ അമ്മയെ കൊല്ലാൻ പറഞ്ഞോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പോലീസുകാർ വന്നാൽ നിന്നെ ഞാൻ പിടിപ്പിക്കും. എന്റെ അമ്മക്ക് എന്തേലും സംഭവിച്ച അമ്മ ഞാൻ ഒന്നും ചെയ്തില്ലെന്ന്. ഒരു കാര്യം ചെയ്യ്, നീ എനിക്ക് തരാനുള്ള പൈസ എനിക്ക് തരണ്ട. നീ പൈസ കൊടുത്തോണ്ട് നിന്റെ അമ്മ ഏതൊക്കെ നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടോ. എനിക്ക് നിന്റെ മരവും വേണ്ട, വരാൻ വേണ്ട, ഒന്നും വേണ്ട. എനിക്ക് എന്റെ സ്വന്തം ജീവൻ മതി. ഞാൻ പോണടാ. അയ്യോ, എനിക്ക് അയ്യോ, 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 അയ്യോ അയ്യോ, അയ്യോ അയ്യോ, അയ്യോ അയ്യോ, അയ്യോ അയ്യോ, അയ്യോ അയ്യോ, അയ്യോ അയ്യോ. അവൻ പോയാ? അവൻ പോയി. അവന്റെ എത്ര രൂപ കിട്ടി? 25,000. 5,000 നിനക്ക്, 20,000 അമ്മയ്ക്കും. അതെന്നാ പരിപാടിയാണ്? ഈ തൊണ്ടകേറി പുള്ളവും പാട്ടും ആടിയില്ലേ, അതിന് 20,000 എനിക്ക് വേണോടാ. ഒരു കാര്യം, ബാക്കി പൈസ നാളെ തരാം. നാളെ മക്കളെടുത്തോ. ഇനി നാളെ ആരാണ് പ്ലാവ് മുറിക്കാൻ പറഞ്ഞത്? നെയ്യാറ്റിൻകരയെന്നൊരു വത്സാകരൻ. എന്റെ അണ്ണ ഇവിടെ ഉള്ളതുകൊണ്ട് എന്തോരം മരം പൊട്ടുകാരൻ വരെ നമ്മൾ പറ്റിക്കണം അണ്ണാ. അപ്പൊ നാളെ അണ്ണ ഓക്കെ ആണോ? ഓക്കെ ആണോ? അന്ന് നിങ്ങൾക്ക് ചെവി തൊട്ടൂടാ. അച്ഛൻ ഡബിൾ ഓക്കെ പറഞ്ഞു. ആണോ? എല്ലേ പ്ലാവച്ച എന്നാ ഓക്കെ.